ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. എങ്ങനെയാണ് ലൈഫിൽ ഒരാൾ വിജയിക്കുക? ജ്യോതിഷപ്രകാരം എങ്ങനെയാണ് ധനികനായി മാറുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ നശിക്കുക, നശിഞ്ഞ് നോറണക്കല്ല് വെറുക്കുക? ഈ ടോപ്പിക്ക് നമുക്കിന്ന് നോക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ. ചിലപ്പോൾ അല്പം സമയം കൂടി പോകട്ടോ. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഇത് കഴിഞ്ഞൊരു ടോപ്പിക്കിന്റെ ബാക്കി പത്രം എന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ 350 കൂടുതൽ വീഡിയോസ് ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബേസിക് മുതൽ 1 by 1 ആയിട്ട് എന്താണ് അസ്ട്രോളജി, എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം, എങ്ങനെ അസ്ട്രോളജി പഠിക്കാം, അത് പഠിക്കാനുള്ള മൊത്തം കാര്യങ്ങൾ തന്നെ നമ്മുടെ ചാനലിൽ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. അതിനുശേഷമാണ് സ്പെഷ്യൽ ടോപ്പിക് പറഞ്ഞു പോയിട്ടുള്ളത്. മാത്രമല്ല ഹോരാശാസ്ത്രത്തിന്റെ 1, 2, 10 പല അധ്യായങ്ങള് നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കേണ്ട പല കാര്യങ്ങളും ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് ശ്ലോകസഹിതം കൊടുത്തിട്ടുണ്ട്. ബൃഹജ്ജാത പദ്ധതി, ഹോരാശാസ്ത്രം, ഫലദീപിക, സാരാവലി മുതലായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലെയും പല പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, പ്രശ്നമാർഗത്തിലെ പല പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രശ്നം വെക്കേണ്ടത് എന്നുള്ള പല രീതികളും ഈ ചാനലിലുണ്ട്. മുന്നത്തെ വീഡിയോ പോയി കാണുക. ആദ്യമായാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ഇയാൾ എന്തൊക്കെയാണ് ഒന്ന് തള്ളണത് പറയണെന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും. പിന്നെ ആദ്യമായിട്ട് ചിലപ്പോൾ എന്റെ വീഡിയോ കണ്ടപ്പോ ഇവൻ യൂട്യൂബില് കളരി കാണിക്കുന്നവനല്ലേ എന്ന് കളരിയുടെ വീഡിയോ കണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. എന്നെ മുന്നേ അറിയാവുന്നവർക്ക് അറിയാം. ആ ചാനലിൽ തന്നെ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ 5-6 വർഷം മുമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കളരിയുടെ ചാനലല്ലേ, മർമ്മത്തിന്റെ ചാനലല്ലേ, ഇത് ഭേദം വരണ്ട, ഒന്ന് ചൊവ്വയും ഒന്ന് ബുധനും. ചൊവ്വയ്ക്ക് ബുധൻ അത്ര ഇഷ്ടമല്ല, അത് കാരണം അതിന്ന് മാറ്റിയതാണ്. മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അമാനുഷ്യ ലോകം എന്ന് പറയുന്ന ചാനൽ പോയി കണ്ടാൽ, അമാനുഷിക ലോകം എന്ന് പറയുന്ന ചാനൽ പോയി കണ്ടാൽ അതിൽ കോസ്മിക് ആയിട്ടുള്ള മാന്ത്രിക താന്ത്രിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്ട്രോളജിയാണ്, ടോട്ടലി അസ്ട്രോളജി. അപ്പൊ നമുക്ക് ചാനലിലെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ്, എന്താണ് നിങ്ങളെ രക്ഷിക്കുന്നത്? അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൂർവജന്മത്തിന്റെ പ്രത്യേകതകൾ, പൂർവജന്മ പാപങ്ങളെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും, നിങ്ങളൊരു നക്ഷത്രത്തിൽ ജനിച്ചാൽ ജ്യോത്സ്യന്മാര് ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന ഗ്രഹത്തിന്റെ കർമ്മം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് ഇന്റർ കണക്ഷൻസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറയാനുള്ളത്, ഇത് കുറച്ചൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. ഇപ്പോ ഒരാള് ജനിക്കുന്ന സമയത്ത് കർമ്മപ്പതിവോട് കൂടി തന്നെയാണ് വരുന്നത്. നമുക്ക് മറ്റേ കർമ്മനക്ഷത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ മുന്നത്തെ വീഡിയോ പോയി കാണുക. ഉദാഹരണം പറയണേ, സർപ്പത്തിന്റെ കർമ്മമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ നക്ഷത്രം കൺസിഡർ ചെയ്യണം? അല്ലെങ്കിൽ അശ്വതി നക്ഷത്രം സൂര്യന്റെ കർമ്മപ്പതിവ് വിട്ട നക്ഷത്രമാണെന്ന് പറയുമ്പോൾ അയ്യോ ഇത് കേതുവിന്റെ നക്ഷത്രമല്ലേ എന്ന് ഓർക്കുന്നതിന്റെ അതിന്റെ ഡിഫറൻസ് എന്താണ്, അതെങ്ങനെയാണ് വന്നതെന്നൊക്കെയുള്ള ഹിസ്റ്ററി അടക്കം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ പോകേണ്ടത് ലഗ്നം, ലഗ്നം, ലാ ഭൂമി, ഗമനം, ഭൂമിയിലേക്ക് ഗമിച്ച ഊർജം, ഭൂമിയിലേക്ക് ഗമിച്ച ന പ്ലസ് ഊർജമാവുന്ന, അനുസാരമാവുന്ന ആത്മാവ്. അപ്പൊ ലഗ്നം, ലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സമയത്ത് ജനിക്കുന്ന സമയത്ത് അവിടെ സൂര്യന്റെ കറക്റ്റ് എത്ര ഡിഗ്രിയിലാണ് സൂര്യൻ കറക്റ്റ് ആയിട്ട് നിന്ന എന്ന് പറഞ്ഞാൽ സൂര്യസ്ഫുടം അല്ല, രാവിലത്തെ സൂര്യസ്ഫുടം വെച്ചിട്ടല്ല, കൃത്യമായിട്ട് സൂര്യന്റെ രശ്മി, അതായത് ആത്മാവിന്റെ കണം ആ സമയത്താണ് ചാർജ് ആയതെന്ന് വേണമെങ്കിൽ എടുക്കാം. അതിനെപ്പറ്റി ലഗ്നത്തെ പറ്റിയൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, പോയി നിങ്ങൾ കാണാം. അപ്പൊ ലഗ്നമാണ് പ്രധാനം. മേഷലഗ്നം ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചൊവ്വയാണ് അതിന്റെ അധിപൻ. ഇവിടെ ഇതൊക്കെ ബേസിക് പറഞ്ഞിട്ടുണ്ട്. മേഷലഗ്നം ചൊവ്വ, വൃശ്ചികലഗ്നം ചൊവ്വ, ഇതൊന്നും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. 100 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, 100 വീഡിയോയിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മേഷലഗ്നം ചൊവ്വ, ഇവിടെ നിൽക്കുന്ന നക്ഷത്രം അശ്വിനി, ഭരണി, കൃത്തികൈ, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങള് ഇതിലുണ്ട്. ഇതില് ലഗ്ന നക്ഷത്രം, ലഗ്നം നിൽക്കുന്ന നക്ഷത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലഗ്നം മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്ന നക്ഷത്രവും പ്രധാനമാണ്. ആ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്, അവര് എത്രയിൽ ഇരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ഇന്റർ കണക്ഷൻസ് വരും. സാരം പാത്ത് ജ്യോതിടം സൊല്ല വേണം, സാരം പാത്ത് ഫലത്തെ സൊല്ലേ എന്ന് പറയും. അതിനൊക്കെ കാരണം ഇതാണ്. അപ്പൊ ഇതെങ്ങനെ ഒത്തുവന്നെ എന്ന് പറഞ്ഞാൽ,
ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലഗ്നവും ഒരു ഗ്രഹനിലയും ഉള്ള മാതിരി, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഗുളികൻ, ഇങ്ങനെ പറയുന്ന ഒരു ഗ്രഹനില നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എല്ലാവരും ജനിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഗ്രഹനില ഉണ്ടാവും. നോട്ട് ദ പോയിന്റ്. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ മരങ്ങൾക്കും ഉണ്ടാവും, എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവും, എല്ലാ സ്ഥലങ്ങൾക്കും ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. ഒരു മണ്ണിന് വരെ ഉണ്ടാവും ജാതകം. അതായത് ഏതൊരു വസ്തു ഉണ്ടാവുമ്പോൾ ആ വസ്തു ഫസ്റ്റ് ഉണ്ടാവുന്ന ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഒരു ഗ്രഹനില ഉണ്ടാവും. ഈ ഗ്രഹനില തന്നെയാണ് നിങ്ങളുടെ കർമ്മപ്പതിവ്. അല്ലാണ്ട് കർമ്മ നക്ഷത്രം മാത്രമല്ല, കർമ്മപ്പതിവാണ്. കർമ്മപ്പതിവ് ഏതേത് കർമ്മങ്ങൾ നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് എന്നുള്ള തത്വം ഹോരശാസ്ത്രത്തിൽ വേണി പാട്ട് പാടാം. ഹുയോഭി പടുബുദ്ധിഭി പടുതിയാം ഹോരാഫലജ്ഞപ്തയെ ശബ്ദന്യായ സമന്വിതേഷു ബഹുശാസ്ത്രദുഷ്ടേഷു ഹോരാന്ദ്ര മഹർണവപ്രദനെ ഭഗ്നോദമന്യാമഹം സ്വൽപ്പം വൃത്ത വിചിത്രമർത്ഥബഹുലം ശാസ്ത്രപ്രവം പ്രാരംഭേ ഹോരേദ്യ ഹോരാത്ര വികൽപമേഹേ വാഞ്ചന്തി പൂർവാപര കർമ്മരോപാൽ കർമാർജിതം പൂർവഭവേ ശതാബ്ദി എൽത്തസ്യ പങ്ക്തിം സമഭിവ്യനക്തി. ചിലപ്പോൾ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടാവും. ഹോരേത്യഹോരാത്ര വികൽപമേഘോ വാഞ്ചന്തി പൂർവാപര വർണ്ണലോപാത് എന്നും പറഞ്ഞുള്ള പ്രമാണത്തില് കർമാർജിതം പൂർവഭവേ, കഴിഞ്ഞ ജന്മങ്ങളായിട്ട് നിങ്ങൾ ആർജിച്ചിട്ടുള്ള കർമ്മപ്പതിവുകൾ, കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ആണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ജാതകം, അത് തന്നെയാണ് നിങ്ങളുടെ ഗ്രഹനില എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹനിലയില് നിങ്ങൾ ഓരോ ഗ്രഹങ്ങളും ഓരോ കർമ്മപ്പതിവിനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആയിരം കാരകത്വങ്ങളുള്ളത്. നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ, നിങ്ങൾ അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള കർമ്മപ്പതിവ് ആണ് നിങ്ങളുടെ, അതായത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അച്ഛനോട് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ എന്ന് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അമ്മയോട് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, അത് ലെയർ ആയിട്ടാണ്. അച്ഛനോട് ചെയ്തുള്ള കർമ്മങ്ങൾക്ക് തൊട്ട് മുമ്പ് ആത്മാവിന് വേണ്ടി നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ, സൂര്യന്റെ ഫസ്റ്റ് ലെയർ. അതിനുശേഷം അച്ഛനോട് ചെയ്തിട്ടുള്ള കർമ്മപ്പതിവുകൾ വരും, സെക്കൻഡ് ലെയർ. നിങ്ങൾ ഒരു മേധാവി എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ വരും. ഇങ്ങനെ പല കർമ്മങ്ങൾ, മേധാവികളോട്, ബോസിനോട്, ഓരോരുത്തരോടും നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങളുടെ സൂര്യനില്, നിങ്ങളുടെ തലയിലിരിക്കുന്ന 12 രാശികളാകുന്ന നിങ്ങളുടെ ആത്മാവിന്റെ 12 ലെയറുകളിൽ ഓരോന്നിലും അത് സേവ് ആവും. ഇത്തരത്തില് 12 ഖണ്ഡങ്ങളായിട്ട് വിവരിച്ചിട്ടുള്ള ഈ രാശിചക്രത്തില്, വിഭജിച്ചിട്ടുള്ള രാശിചക്രത്തില് ഓരോ ഗ്രഹത്തിന്റെയും ആ എനർജി സേവ് ആവുന്ന സ്ഥലത്ത് നിങ്ങളുടെ കർമ്മപ്പതിവുകൾ സേവ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ തന്നെയാണെന്ന് എടുത്തോ, ബ്രെയിനിലെ പാസ്റ്റ് മെമ്മറീസ് ആണെന്ന് എടുത്തോ, അത് ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിൽ എൻക്രിപ്റ്റ് ആയിട്ടുണ്ട്. ഇത് വേറൊരുത്തൻ ജനിക്കുമ്പോൾ അവന്റെ ബ്രെയിനിലും എൻക്രിപ്റ്റ് ആയിട്ടുണ്ട്. ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വായും കൊണ്ടും കണ്ണുകൊണ്ടും കൈ കൊണ്ടും ചെവി കൊണ്ട് കേട്ട് വായും കൊണ്ട് പറഞ്ഞ് കണ്ണുകൊണ്ട് കണ്ട് കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്ത് വേറെ പലതും കൊണ്ടും ചെയ്തൊക്കെയാണ് നിങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിഞ്ഞ് പഞ്ച അവയവങ്ങൾ കൊണ്ട്, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു രൂപമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ഇത്തരത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ തലയിലിരിക്കുന്ന ഗ്രഹങ്ങൾ, നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിരിക്കുമ്പോൾ ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന, നിങ്ങൾ ഒരുത്തനോട് ദ്രോഹം ചെയ്തിട്ട് അവൻ ജനിക്കുകയാണെങ്കിൽ, സപ്പോസ് അത് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. അത് നിങ്ങൾ ഓർക്കണ സമയത്ത് അവൻ അത് ക്ലിക്ക് ചെയ്യും. നിങ്ങൾ ഓർക്കണ്ട, അത് അവിടെ സേവ്ഡ് ആണ്. ഡേറ്റ പോലെ ഈ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അറിയാൻ പാടില്ലേ, ഫങ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഓരോ ഫങ്ഷൻസ് ചെയ്തിട്ട് അതിൽ ഇന്ന ഇപ്പൊ പ്രിന്റ് എഫ്, സ്കാൻ എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പ്രോഗ്രാം നമ്മൾ ആദ്യം ബേസിക് പഠിക്കുന്ന സമയത്ത് എഴുതുന്ന മാതിരിട്ട് ഇത് എഴുതി വച്ചേക്കാണ്. ഇതിൽ ഓൾറെഡി റിട്ടൺ ഇൻ മെമ്മറി. ഈ സാധനം, ഈ ഫങ്ഷൻസ് എഴുതി വെച്ചിരിക്കുന്ന മാതിരി മെമ്മറിയിൽ ഇരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കറക്റ്റ് അത്തരത്തിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പൂർവ്വജന്മത്തിൽ കണ്ടിട്ടുള്ള ഫേസ് ഷേപ്പ് ഉള്ള ആളെ കണ്ടു കഴിയുമ്പോൾ, നിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുള്ള അവന്റെ ഫേസ് ഷേപ്പ് ഉള്ള ആളെ നിങ്ങൾ കാണണമെന്നുണ്ടല്ലോ,
നിങ്ങൾക്ക് അപ്പൊ തന്നെ അവനോട് കലി വരും. ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണുമ്പോൾ എന്റെ രൂപമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊരു കൂതറയാണ് ഇവൻ, എന്തൊരു പ്രാന്തനാണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇവന്റെ മുഖം കണ്ട ഇവൻ ഭയങ്കര ആളെന്ന് തോന്നുന്നതിന് കാരണം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങളെ ദ്രോഹിച്ചവന്റെ മുഖം ചിലപ്പോൾ എനിക്ക് ഉണ്ടാവായിരിക്കും. ഇത് ഈ ജന്മത്തിലും ബാധകമാണ് കേട്ടാ. നിങ്ങളെ ആരെങ്കിലും ഈ ജന്മത്തിൽ പിടിച്ച് കുനിച്ചിരുത്തിടിയ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ പൈസ കൊണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നവര്, നിങ്ങളെ കൂടെ പഠിച്ചവര്, നിങ്ങൾക്ക് പാര പണിയുന്നവരൊക്കെ മുഖഭാവം ഉള്ളവരെ വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കും. അതേസമയം നിങ്ങളോട് നല്ലവണ്ണം ഇഷ്ടത്തിൽ പെരുമാറുന്നവർ, നിങ്ങളുടെ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ നല്ലവണ്ണം നിങ്ങളോട് പെരുമാറുന്നവരൊക്കെ മുഖഭാവമുള്ളവർ, നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിന്റെ ഫേസ് കട്ടുള്ളവർ, നിങ്ങളുടെ ലവറിന്റെ ഫേസ് കട്ടുള്ളവരെയൊക്കെ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് അടിക്കും. എന്ന് പറഞ്ഞ മാതിരി ഒരാളുടെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മപ്പതിവുകൾ ഇവിടെ ഉണ്ട്. ഈ കർമ്മപ്പതിവുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വേറൊരുത്തനെ കണ്ടു കഴിയുമ്പോൾ അവന്റെ കർമ്മപ്പതിവുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ മിക്കവാറും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ജന്മത്തിൽ കണ്ടിട്ടുള്ള ആളുകൾ സെയിം സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അവന്റെ ബ്രെയിനിൽ എഴുതിയിട്ടുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പൊ ഒരേ സമയത്ത് നിങ്ങളുടെ ഗ്രഹനിലക്ക് ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ ഗ്രഹനിലകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഒരു ചക്രമാതിരി ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രഹങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഗ്രഹങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോ ഇത് തന്നെയാണ് പല സ്ഥലത്ത് സംഭവിക്കുന്നത്. ഒരേ മനസ്സായിട്ടുള്ള യൂണിഫോം ധരിച്ചിട്ടുള്ള ആളുകൾ കവാത്ത് ചെയ്യുമ്പോഴും ആ ചൊവ്വ എല്ലാം കറക്റ്റ് ആയിട്ട് ഒരേ ഫോഴ്സിൽ ഒരേ പവറിലായിരിക്കും വരിക. അതുകൊണ്ട് ആണ് ഇപ്പോ കളരിയിൽ തന്നെ നമ്മൾ വായ്ത്താരി പറഞ്ഞിട്ട് അമർന്ന് എടുത്തു വെച്ച് വലത്ത് മാറി എടുത്ത് കൂട്ടി വാങ്ങി അമർന്ന് പറഞ്ഞ ഒരേപോലെ പയറ്റിക്കും. വടക്കൻ കളരിയിൽ, തെക്കൻ കളരിയിൽ ചൂടുകളെ തട്ടിയിട്ട് കയറി അടിച്ചു വെട്ടി വലിച്ചിരുത്തി ചവിട്ടി കുരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിൽ ചെയ്യുമ്പോൾ അവന്റെ ചൊവ്വ ഒരേ ഫ്രീക്വൻസിയിലാവാണ്. ഇങ്ങനെ ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥകൾ ഒരേ രീതിയിലായിട്ട് മാറി. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കണവർക്ക് കാര്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. മുൻ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില മറ്റുള്ള ആളുകളുടെ ഗ്രഹനില, വീട്ടിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ കാണുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുള്ളവരായിക്കോട്ടെ, ഒരു 120 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരുടെ ഗ്രഹനിലയായിട്ട് കണക്ട് ചെയ്യും. ഒരു 120 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരുടെ ഗ്രഹനിലയായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണോ അത് സ്പ്രെഡ് 120 എന്നുള്ള 250 അതിന്റെ ഗുണിതങ്ങളായിട്ട് മാറിയിട്ട് ഈ ലോകത്ത് മൊത്തമുള്ളവരുടെ ഗ്രഹനിലയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ എനർജി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകള് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെങ്കിൽ അവർ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ തോട്ട്സ് അത്രയും, നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണമെന്നുള്ള തോട്ട്സ് അത്രയും ഉണ്ടെങ്കിൽ, അതാണ് ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഈ ആസ്ട്രോളജിക്കലി വേണ്ടി നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ലൈഫിൽ വിജയിക്കണം, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ച് എനിക്ക് നല്ല ജോലി തന്ന് എന്നെ ഒരു റിച്ച് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വേവ്സ്, അതായത് നിങ്ങളുടെ ഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബ്രെയിൻ വേവ്സ്, ഓരോരോ ടൈപ്പ് ഓഫ് ബ്രെയിൻ വേവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എനിയാഗ്രാം വെച്ചിട്ട് ഇനിയൊരു വീഡിയോ കമ്പയർ ചെയ്യുന്നുണ്ട്. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം, വീര്യം, ദുർഗതി എന്ന് പറയുന്ന മാതിരി നിങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി, എന്ത് ചെയ്യാൻ കഴിവുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വീര്യമായിട്ടുള്ള എനർജി വേണമെങ്കിൽ ചൊവ്വ എടുക്കാം. പക്ഷെ ഒരു സാധനത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള നിങ്ങളുടെ മനപ്പായ്മയുള്ള ആ ടൈപ്പ് ഓഫ് എനർജിയും ആ ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ചൊവ്വയായിട്ട് എടുക്കാം. ഗുരു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന എനർജി, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന നിങ്ങളുടെ ആ മെന്റാലിറ്റി എന്നൊക്കെ പറയാം. അപ്പൊ ഓരോ സമയത്ത് നിങ്ങളുടെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും. ഇത് ശരകല ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരം മാറുമ്പോൾ എന്തൊക്കെ വരും, പഞ്ചീകരണാദി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇത് ശാസ്ത്രത്തിന്റെ നിലയിൽ 12 രാശികളും ഗ്രഹങ്ങളും ഓടുന്ന സമയത്തൊക്കെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞത് നിങ്ങൾ വളരെ ലൈഫിൽ വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജി കൂട്ടിയേ തീരൂ. എനർജി കൂട്ടണം എന്നുണ്ടെങ്കിൽ വെറുതെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ചെയ്യേണ്ട ചിട്ടകളോടുകൂടി നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല വ്യായാമം മുതലായവ ചെയ്ത് നിങ്ങളുടെ എനർജി കൂട്ടണം. എനർജി ലോസ് ആവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി കൂടും. ഈ എനർജി വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മുതലായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. 120 കിലോമീറ്റർ 250, 360 അത്തരത്തിൽ പോയിട്ട് 120 എന്നുള്ളത് 1,20,000 കിലോമീറ്റർ അല്ലെങ്കിൽ അതിന്റെ അപ്പുറം
മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചിട്ട് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി ദശ മാറുന്നതനുസരിച്ച് ഓരോ ഗ്രഹം നിങ്ങളെ റൂൾ ചെയ്യും. അതല്ലാതെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രഹത്തിന്റെ എനർജി വെച്ചിട്ട് നിങ്ങൾ മുൻജന്മത്തിൽ കണക്ട് ചെയ്ത് ആരെങ്കിലും ഒക്കെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും, എത്ര ദുഷ്ടനാണെങ്കിലും അവർ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കർമ്മം മാറും. നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് നിന്ന് സക്സസ് ആവുന്ന ജീവിയല്ല. നമ്മൾ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ എപ്പോഴും കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ മനുഷ്യന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വെറും വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതായിരിക്കും. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വാച്ച്, മാല, പേന, ഇതെല്ലാം വേറെ ആളുകൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങളെ സക്സസ് ആവണമെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിലും നിങ്ങൾ ലക്ഷപ്രഭോ, കോടീശ്വരനോ, ധനവാനോ, ആരോഗ്യമുള്ളവനൊക്കെ ആവണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സഹായിക്കണം. അപ്പൊ നിങ്ങൾ മുൻജന്മത്തിൽ സഹായിച്ചവര് നിങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂട്ടണം, നിങ്ങളുടെ ഗ്രഹനില കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇത് പവറാവുന്ന സമയത്ത് ശത്രുക്കൾ കൂടും. ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഇതിലുള്ള ആളുകൾക്കും ശത്രുക്കളും വിരോധികളും കൂടും. കാരണം എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങൾ ഇപ്പൊ വ്യാഴം പവർഫുൾ ആവുന്ന സമയത്തും ബുധൻ പവർഫുൾ ആവുന്ന സമയത്തും ശുക്രൻ പവർഫുൾ ആവുന്ന സമയത്ത്, അതൊക്കെ ഇവിടെ ഉണ്ട് വ്യാഴം ഒക്കെ, നിങ്ങൾ ഗുണം ചെയ്തിട്ട് ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഗുണത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഗുണങ്ങളാണ് നിങ്ങളുടെ വ്യാഴത്തിൽ എൻകോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മപ്പതിവ് വ്യാഴത്തിൽ എൻകോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യങ്ങളാണ്. നിങ്ങൾ ആർക്കെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആർക്കെങ്കിലും ധനം വാരിക്കോരി ചെയ്തിട്ടുണ്ടാവും, ദാനധർമ്മങ്ങൾ നടത്തിയിട്ടുണ്ടാവും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, വേദം അധ്യാപിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് വ്യാഴത്തിന്റെ കർമ്മപ്പതിവ് കൊടുത്തിട്ടുണ്ടാവും. ബുധനാണെങ്കിൽ അവിടെയും നിങ്ങൾ ആർക്കെങ്കിലും പ്ലാൻ ചെയ്ത് കൊടുത്തത്, നിങ്ങൾ ആർക്കെങ്കിലും ഭൂമി നൽകിയത്, അതായത് വീടൊന്നുമില്ലാത്ത വെളിമ്പറമ്പ് നൽകിയത്, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചത്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, ജ്യോതിഷം നോക്കിക്കൊടുത്തത്, ഉപദേശം കൊടുത്തത്, അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഫാമിലിയെ സപ്പോർട്ട് ചെയ്തതെല്ലാം ബുധന്റെ കർമ്മപ്പതിവിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രന്റെ കർമ്മപ്പതിവിൽ എഴുതിയിരിക്കുന്നതുണ്ട്. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ ശുക്രന്റെ കർമ്മപ്പതിവിൽ നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചത്, നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചത്, നിങ്ങൾ ആരെങ്കിലുമായിട്ട് ചേർന്നത്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആരെങ്കിലും അലങ്കരിച്ചു കൊടുത്ത്, നിങ്ങൾ ആരെങ്കിലും മേക്കപ്പ് ചെയ്ത് കൊടുത്ത്, നിങ്ങൾ ആരെങ്കിലും കൂടെ കിടന്നത്, ഒരുമിച്ച് ഉറങ്ങിയത്, പല കാര്യങ്ങളും ആ കർമ്മപ്പതിവിൽ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് ആക്റ്റീവായിട്ട് അതുമായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ സമയത്ത് നിങ്ങളെ തേടി വരുന്നത്. കാരണം ഈ കർമ്മങ്ങളുടെ എനർജിയാണ് ആ സമയത്ത് നിങ്ങൾ കൈയാളുന്നത്. എന്നാൽ ചൊവ്വയുടെ ദശ വന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോയത്, ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള പല പരിപാടികളും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തില് ഒരു ഇറച്ചി വെട്ടുകാരനായിരുന്നെങ്കിൽ നിങ്ങൾ ഇറച്ചി ഫ്രീ ആയിട്ട് കൊടുത്തത്, ഇതൊക്കെ വരും ഈ ചൊവ്വയുടെ കർമ്മപ്പതിവ്. പാപഗ്രഹം എന്ന് പറയുന്നതാണ് പാപമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത ആ മെമ്മറീസ് എല്ലാം ചൊവ്വയിലാണ് കർമ്മപ്പതിവുകൾ. അപ്പൊ പാപമായിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങൾ കുറച്ചു പേരെ കൊന്നത് ഒക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾ കൊന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അപരനെയാണ് കൊന്നതെങ്കിൽ, മറ്റു രാജ്യത്തിന്റെ ആൾക്കാരെ കൊന്നതെങ്കിൽ അതൊരു പുണ്യമായിട്ടുള്ള ചൊവ്വയാണ്. അപ്പൊ നിങ്ങൾ ആരെയൊക്കെയാണോ രക്ഷിച്ചത് അവര് നിങ്ങളെ തേടി വരും. നിങ്ങളെ പിടിച്ച് വേണമെങ്കിൽ ഈ ജന്മത്തിൽ പട്ടാളക്കാരനോ പോലീസുകാരനോ ആക്കും. എഴുതിക്കഴിഞ്ഞാൽ അതെല്ലാം സക്സസ് ആയിട്ട് നിങ്ങൾ വരും. അതുകൊണ്ടാണ് ചൊവ്വ നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോലീസോ പട്ടാളവോ അല്ലെങ്കിൽ നിയമാധിപതി നീതിന്യായപതിയോ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇത് മറ്റുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. അപ്പൊ ആ ചൊവ്വയുടെ കർമ്മപ്പതിവിൽ അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ ഗ്രഹത്തിന്റെ കർമ്മപ്പതിവിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാനാണ് ഈ ജാതകം ഉപയോഗിക്കുന്നത്. ഒരു ഗ്രഹം ഇന്ന സ്ഥലത്ത് നിന്നത് ഈ ചൊവ്വയുടെ കർമ്മപ്പതിവിൽ ഇന്നതാണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ ഡീകോഡ് ചെയ്ത് പറയുന്നത്. അപ്പൊ രാഹുവിന്റെ കർമ്മപ്പതിവാണെങ്കിൽ ആരെങ്കിലും വഞ്ചിച്ച്, തട്ടിച്ചത്, കൊന്നത്, മോഷ്ടിച്ചത്, മറ്റുള്ളവർക്ക് ഡ്രഗ്സ് കൊടുത്ത്, മറ്റുള്ളവനെ കുത്തിക്കൊന്നത്, വരഞ്ഞത്, ബ്ലഡ് വീഴ്ത്തത്, കൈകാലുകൾ വെട്ടിയത്, ഇത്തരത്തിൽ പല തരത്തിലുള്ളത്, മറ്റുള്ളവനെ വലയിലാക്കിയത്, വീടിന്റെ അടച്ചിട്ടത്, ബലാത്സംഗം ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാഹുവിന്റെ കർമ്മപ്പതിവിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിനിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ എനർജീസ് ആയി നിൽക്കുമ്പോ ഇതെല്ലാം അനുഭവിച്ചവൻ നിങ്ങളുടെ അടുത്തേക്ക് വരുവേ. അപ്പൊ നിങ്ങൾക്കിട്ട് പണി തരും. അപ്പൊ അത് സൂക്ഷിക്കണം എന്ന് പറയണം. എന്നാൽ ആ സമയത്ത് തന്നെ രാഹുവിന്റെ കർമ്മപ്പതിവിൽ എഴുതി വെക്കാം, ഏത് നിങ്ങള് മറ്റുള്ളവന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹിച്ച് നിങ്ങൾ മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്തത്,
മറ്റുള്ളവന് വേണ്ടി ഭാരം വലിച്ചത്, വണ്ടി വലിച്ചത്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വളരെയധികം സഹിച്ചത്, മറ്റുള്ളവന്റെ വേണ്ടിയിട്ട് ജാരപ്പണി ചെയ്തത്, ജാരപ്പണിയല്ല ചാരപ്പണി ചെയ്തത്, വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി വേറെ രാജ്യത്തിന്റെ മറ്റുള്ള വിവരങ്ങൾ ചോർത്തിയത്, ഇത്തരത്തില് വേറൊരു ആള് പറഞ്ഞത് ഒളിഞ്ഞെന്ന് കേട്ട് എഴുതിയെടുത്തത്, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറിഞ്ഞെന്ന് എഴുതിയെടുത്ത്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതും രാഹുവിന്റെ കർമ്മപതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം. ഇത്തരത്തിൽ ഓരോരോ ഗ്രഹങ്ങളുടെ കർമ്മപതികളെ നമ്മൾ ഡീകോഡ് ചെയ്ത് പറയാൻ പറ്റുന്നവനാണ് ജ്യോതിഷൻ എന്ന് പറയുന്നത്. അത് ഡീകോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഇതുണ്ടാവണം, അത്രയും കാരകത്വങ്ങളും അത്രയും ഇത് പഠിച്ച് ഇനി ഏത് കാരകത്വത്തെ എടുത്ത് പറയണമെന്നുള്ള റൂളുകൾ മനസ്സിലാക്കിയിട്ട് ആ റൂളിനെ എടുത്ത് പറയുമ്പോഴാണ് ഒരു ജാതകം ക്ലിയർ ആയിട്ട് പറയുന്നത്. ചില സമയത്ത് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞാലും ഞങ്ങൾ പറയാറുണ്ട് 85% വരെ ശരിയാവാം. 100% ശരിയാക്കാനുള്ള ടെക്നിക്സ് ഒക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇതോ ഈ ഒരു കുന്തവും പഠിക്കാണ്ട് ഈ ജാതകവും പഠിക്കാണ്ടും പറയാനായിട്ട് സാധിക്കും. ഒരുത്തം തന്നെ എന്തിനാന്ന് പറയാനായിട്ട് ബേസിക് റൂൾസ് ഉപയോഗിച്ചിട്ട് പറയാം. ജ്യോതിഷം പഠിച്ചില്ലെങ്കിലും ആൾക്കാരെ വേണമെങ്കിൽ പറഞ്ഞു വീഴ്ത്താൻ പറ്റും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും, എങ്ങനെ പോകുന്നു ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തല പെരുക്കുന്ന മാതിരി അത്രയും സാധനങ്ങൾ പഠിച്ചു വെച്ചാലേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ മുന്നത്തെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഒരാൾ വന്നത് മിക്കവാറും ഫിനാൻഷ്യൽ പ്രോബ്ലം, അല്ലെങ്കിൽ വീട്ടിൽ കലഹം, അല്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞ, അല്ലെങ്കിൽ എന്തെങ്കിലും പേടി, ഇത്തരത്തിലൊക്കെ ആയിട്ടായിരിക്കും നോക്കാൻ വരുന്നത്. അതൊക്കെ അല്ലെങ്കിൽ ജോലി പോയിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യം, മകളുടെ കല്യാണത്തിന്റെ കാര്യം, മകളുടെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ഒരു 100 കാര്യങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 കാര്യമുണ്ട്. അതൊക്കെ വെച്ചിട്ട് തട്ടാൻ പറ്റും. അത് ഈ രാശിയുടെ കാരകത്വം നോക്കിയിട്ട് പ്രശ്നം വെക്കുന്ന സമയത്ത് ഈ 2 പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നം, 2 ചൊവ്വ ഇരുന്ന് കഴിഞ്ഞാൽ കലഹം, ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറയാനായിട്ട് ഒരു ദിവസം മതി ഇത് പഠിക്കാനായിട്ട്. പക്ഷെ സ്വന്തം ജാതകം ക്ലിയർ ആയിട്ട് നോക്കി ഏത് കർമ്മപ്പതിവാണ് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ട് കുറച്ച് കാര്യമായിട്ട് കുറച്ചൊന്ന് കിണഞ്ഞ് പഠിക്കേണ്ടതായിട്ട് വരും. ചില ആളുകളുടെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും, ചില ആളുകളുടെ അടുത്ത് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളൂ. അപ്പൊ ഞാൻ പിടിപിടിയെന്ന് പറഞ്ഞു പോകുന്നത് സമയമില്ലാത്തത് കൊണ്ട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞു all my videos are taken even without any type of rehearsal. I am telling it. If you can understand, you can take it. Otherwise just ignore what I am telling. അപ്പൊ ഇത്തരത്തിലൊരു ജാതകത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കർമ്മപതികളും ചുറ്റുമുള്ള ആളുകളുടെ കർമ്മപതികളുമായിട്ട് ഇന്റർ കണക്ട് ചെയ്യും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള ബ്രെയിൻ ഓരോ ഫ്രീക്വൻസി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഹൃദയത്തിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ കാർഡിയോഗ്രാം എടുക്കുന്ന മാതിരി, ബ്രെയിനിന്റെ ഫ്രീക്വൻസി എടുക്കുന്ന മാതിരി ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും പല മെഷീൻസും ഇതിന്റെ ഫ്രീക്വൻസിയൊക്കെ അളക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫിസിക്സ് പോലും ഇത് ശരിയാണെന്നുള്ള തരത്തിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ബ്രെയിൻ അല്ലെങ്കിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞ് ഫിസിക്സിൽ അടിച്ചാൽ കിട്ടും. ഒരേ ഫ്രീക്വൻസി ഉള്ള സാധനം ഇവിടെ വെച്ചിട്ട് ഒരെണ്ണം ചൊവ്വയിൽ കൊണ്ടുവച്ചാലും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒന്നും ഫിസിക്സിന് ഇപ്പോഴും ഒരു കീറാമുട്ടിയായിട്ടുള്ള വിഷയങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചുറ്റുമുള്ള ആളുകളിൽ എല്ലാം ഒരേ സമയം ഗ്രഹം വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മപ്പതിവ് വർക്ക് ചെയ്യുന്ന സമയത്ത്, ചുരുക്കി പറഞ്ഞാൽ ചൊവ്വയുടെ കർമ്മപ്പതിവ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ചൊവ്വ നിൽക്കുന്ന പൊസിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ക്രൂരകർമ്മങ്ങൾ ഓരോരുത്തരും ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എനർജി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, അത് നേരിട്ടവൻ ഈ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അവനിട്ട് കുത്തിക്കൊന്നു, അവന് കൊടുത്തു, അവനിട്ട് ചാട്ടവാറിന് അടി കൊടുത്തു, അല്ലെങ്കിൽ അവനെ ഓടിച്ചു, അവന്റെ ഭൂമി തട്ടിയെടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. കാരണം അവൻ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ദശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ദശയാണ് അവന് പ്രവർത്തിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ചൊവ്വയാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ചൊവ്വ തന്നെ അവന് പ്രവർത്തിച്ചെന്നിരിക്കട്ടെ, അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും കർമ്മപ്പതിവുകൾ തമ്മിൽ കണക്ട് ആവും, ഇന്റർ കണക്ട് ആവും. അതിനാണ് ഈ ദശാസന്ധി എന്നൊക്കെ പറയുന്നത്. ദശകൾ തമ്മിൽ സന്ധിക്കും. അതുകൊണ്ട് ജ്യോതിഷത്തിൽ പറയൂലേ, പുംസാം സർപ്പേട്യോ സന്ധി സ്ത്രീണാം കാമയൂഷ്ണ തേജസ് ഉഭയോ കുജരാ ഉച്ചസന്ധി, ഇത് ഈ സന്ധിദോഷ പ്രവൃത്തിയാന്നും പറഞ്ഞിട്ട് വിവാഹത്തിനെടുക്കുന്ന സമയത്ത് സന്ധിദോഷം ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന മാതിരി ഈ സംഭവം ഒരേ ദശ ഒരേ അപഹാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോങ് ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ കാണുന്ന മാത്രമേ നിങ്ങൾക്ക് പണി തരും. ഇത്തരത്തിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയായിട്ട് വന്ന് നിങ്ങളുടെ സ്വത്തുകൾ അടിച്ചുകൊണ്ട് പോകും. നിങ്ങളുടെ കാമുകനായിട്ട് വന്ന് നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ ലൈഫ് വളർന്നുകൊണ്ടും ഇതൊക്കെ കർമ്മപ്പതികൾ തോന്നണം. അതുകൊണ്ടാണ് ഇന്ന ദശയിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കാര്യം നിങ്ങൾ ചെയ്തിട്ടുള്ള
ചൊവ്വയുടെ ദശയൊക്കെ വരുമ്പോൾ ചൊവ്വയുടെ കർമ്മപ്പതിവ് ഉണ്ടാവും. രാഹുവിന്റെ ദശ വരുമ്പോൾ നിങ്ങൾ ബാഡ് ആയിട്ടുള്ള കർമ്മങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കർമ്മപ്പതിവുകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ തേടി വരും. ഇതുമല്ലെങ്കിൽ ചിലപ്പോ വണ്ടി ഇടിക്കും. എനർജി ഇതിന്റെ കർമ്മപ്പതിവ് കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്ന മാതിരി അതുപോലും ആക്ട് ചെയ്യും. ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. സമയം കുറെ പോയതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പണക്കാരനാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ നല്ല ദശയിലാണെങ്കിലും ചീത്ത ദശയിലാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങളാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്താണ്. ചൊവ്വയുടെ കർമ്മപ്പതിവിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വെട്ടിക്കൊന്നതും തിന്നതും മറ്റുള്ളവനെ ദ്രോഹിച്ചതും ഭൂമി തട്ടിയെടുത്തതും തീ വെച്ചതും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹിച്ച സഹനങ്ങളും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ചൊവ്വയുടെ ദശയായിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ സഹിതനായിട്ടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മറ്റേ സ്ഥാനം അടിയിൽ പോയിട്ട് പോസിറ്റീവ് മുകളിലേക്ക് ഉയർന്നു വരികയും കൂടാതെ നിങ്ങളുടെ ചര്യകളും ചിട്ടകളും വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ ഊർജ്ജം ഒന്നുകൂടി കൂടുകയും നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തവരെ ആദ്യം തന്നെ നിങ്ങളെ തേടി വരാനായിട്ട് ഇടയാകുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ദൂരെ നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ എവിടത്തെങ്കിലും നിന്നിട്ട് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്തവർ വന്നിട്ട് നിങ്ങളെ സഹായിച്ച് നിങ്ങളെ പണക്കാരനാക്കും. ഇത്തരത്തിലാണ് അതിന്റെ ഒരു ഗുഡ് ടെൻസ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോഴും അഫർമേഷൻ കൊടുക്കുമ്പോഴും ഒക്കെ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യമായ വിജയം ഉണ്ടാവും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. ഇന്നേക്കത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.